ഞാൻ നല്ലൊരു വിശ്വാസിയാ. അതിനെന്താ കുഴപ്പം? അതെന്താണെന്നറിയോ? അത് നിങ്ങൾ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ വിശ്വാസി അല്ലെങ്കിൽ ബിലീവർ എന്നുള്ള കോൺസെപ്റ്റിനെ ഡിഫറെൻറ്റ് രീതിയിൽ എടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ, അതായത് ഈ എംപ്ലോയീസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സ് ആവട്ടെ, നമ്മുടെ എംപ്ലോയീസ് ആവട്ടെ, ഈവൻ ഇൻവെസ്റ്റേഴ്സ് ആവട്ടെ, ഇവരൊക്കെ ആരെയാണ് വിശ്വസിക്കുന്നത്? ഇവരൊരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ എന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഴ്സ്, ആസ് ഫൗണ്ടേഴ്സ് നമ്മൾ ആരെ വിശ്വസിക്കണം? നമുക്കിത് ആരെങ്കിലും ഒന്ന് വിശ്വസിക്കണമല്ലോ, അല്ലെങ്കിൽ ആ ബിലീഫ് വേണം, എന്നാലാണ് നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, എൻ്റെ ഏതെങ്കിലും ടീം മെമ്പർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ട് കഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്ത് വരും. അപ്പോൾ എനിക്ക് ദർ ആർ മൊമെൻറ്റ്സ് വി കാൺ ഷെയർ തിങ്സ് വിത്ത് അവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി. ഈവൻ നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തോ വൈഫിൻ്റെ അടുത്തോ പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ഒരു പവർ അല്ലെങ്കിൽ ഒരു ശക്തിയോട് നമുക്കത് പറയാൻ പറ്റണം. മേ ബി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻ്റ് ആയിരിക്കും, എന്നാലും ഒരു 1% ഹോപ്പിൽ നമുക്കത് പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതൊരു പവർഫുൾ ക്രീച്ചർ അവിടെ ഉണ്ട് എന്നുള്ളതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിലീവർ ആവുന്നതിൽ എനിക്ക് തെറ്റൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ പണ്ഡിതന്മാർ എന്നൊക്കെ പറയുന്നത്, ഈ പണ്ഡിതന്മാർ ഇതിന് മതപണ്ഡിതന്മാരായി കഴിഞ്ഞാലും ഇനി ശാസ്ത്രത്തിലുള്ള പണ്ഡിതന്മാരായി കഴിഞ്ഞാലൊക്കെ ഇതിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട്. ഇതിൽ നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, മോശം കാര്യങ്ങൾ പറയുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. ഇത് മതത്തിൽ മാത്രമല്ല, ഇത് ശാസ്ത്രത്തിലുണ്ട്. പണ്ഡിതന്മാർ ഈ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ഇതിൽ ആരെ ചൂസ് ചെയ്യണം, ആരെ പറയുന്നത് ഫോളോ ചെയ്യണം, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഫോളോ